സ്വർഗത്തിലേക്കുള്ള വഴി ഏത്? സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണെന്ന് അറിയുന്നതിന് യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ പരിശോധിക്കേണ്ടത് ഉണ്ട്. യോഹന്നാൻ 14:6 യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യേശുവിൻ്റെ ഈ വാക്കുകളിൽ നിന്നും ഒരു സത്യം വ്യക്തമാണ്. യേശു ക്രിസ്തുവാണ് സ്വർഗത്തിലേക്കുള്ള വഴി. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആരും സ്വർഗത്തിൽ പോകുന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. കാരണം യേശു പറയുന്നു, ഞാനാണ് വഴി എന്ന്. എങ്കിൽ ലോകത്തിൽ കാണുന്ന മറ്റ് വഴികളൊക്കെ തെറ്റാണെന്ന് അത് തെളിയിക്കുന്നു. യേശു പറഞ്ഞു, ഞാനാണ് വഴിയെന്ന്. ഞാനാണ് സ്വർഗത്തിലേക്കുള്ള ഏക വഴി എന്നതാണ് അതിൻ്റെ അർത്ഥം. മറ്റുള്ള എല്ലാ വഴികളും സത്യമല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. സ്വർഗത്തിലേക്ക് വേറെ ഒരു വഴിയും ഇല്ല. മറ്റ് വഴികൾ ഒന്നും സത്യമല്ല. കോടിക്കണക്കിലുള്ള വഴികളും കോടിക്കണക്കിലുള്ള മതങ്ങളും കോടിക്കണക്കിലുള്ള ദൈവങ്ങളും സത്യമല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. കോടിക്കണക്കിനുള്ള മതങ്ങളും ദൈവങ്ങളും മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്നില്ല എന്നതാണ് യേശുവിൻ്റെ വാക്കുകളുടെ അർത്ഥം. മനുഷ്യനിർമ്മിതമായ ഈ മതങ്ങളും ദൈവങ്ങളും ലോകത്തിലെ മനുഷ്യരെ വഴിതെറ്റിച്ച് നരകത്തിൽ എത്തിക്കാനുള്ള സാത്താൻ്റെ തന്ത്രമാണെന്ന സത്യം മനുഷ്യർ അറിയുന്നില്ല. ഇതാണ് സത്യം. സാത്താൻ പല മതങ്ങളെയും ദൈവങ്ങളെയും കാണിച്ചു തന്ന് അതാണ് വഴി, ഇതാണ് വഴി എന്ന് പറഞ്ഞ് മനുഷ്യരെ വഞ്ചിച്ച് വഴിതെറ്റിച്ച് തെറ്റായ മാർഗത്തിലൂടെ വഴി നയിച്ച് നരകത്തീയിൽ കൊണ്ടുപോയി തള്ളി എല്ലാവരെയും നശിപ്പിക്കണമെന്നതാണ് സാത്താൻ്റെ തന്ത്രബുദ്ധി. ഇത് മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. മറുപടിയും യേശു പറയുന്നു, ഞാനാകുന്നു സത്യം എന്ന്. യേശുവിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്, യേശുവാണ് ലോകത്തിൻ്റെ സത്യം. മറ്റുള്ളവയൊക്കെ സത്യമല്ല, അസത്യങ്ങളാണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. മറ്റുള്ള മാർഗങ്ങളും വഴികളും ദൈവങ്ങളും മതങ്ങളും സത്യമല്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവയൊക്കെ മനുഷ്യനിർമ്മിതങ്ങളാണ്. സാത്താൻ്റെ പ്രേരണയാൽ മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട മതങ്ങളും ദൈവങ്ങളുമാണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. തന്ത്രശാലിയായ സാത്താൻ്റെ പ്രേരണയാൽ മനുഷ്യരെ വഞ്ചിക്കുവാനും വഴിതെറ്റിക്കുവാനും വേണ്ടി ഉണ്ടാക്കപ്പെട്ടവയാണ് അവയെല്ലാം. അങ്ങനെ മനുഷ്യരെയൊക്കെ നരകത്തിൽ കൊണ്ടുപോയി തീയിലിട്ട് നശിപ്പിക്കുക എന്നതാണ് സാത്താൻ്റെ ഒരേ ലക്ഷ്യം. അങ്ങനെ മനുഷ്യരെയൊക്കെ കുഴപ്പി സത്യദൈവത്തെ കണ്ടുപിടിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള സാത്താൻ്റെ തന്ത്രമാണ് കോടാനുകോടി ദൈവങ്ങളും മതങ്ങളും. മനുഷ്യനിർമ്മിത മതങ്ങളും ദൈവങ്ങളും മനുഷ്യരെ വഴിതെറ്റിപ്പിക്കാനുള്ള സാത്താൻ്റെ ചതിതിട്ടമാണ്. ആകയാൽ യേശു ക്രിസ്തു മാത്രമാണ് ലോകത്തിൻ്റെ ഒരേ ഒരു സത്യം. മൂന്നാമതായി യേശു പറയുന്നു, ഞാനാകുന്നു ജീവൻ. ലോകത്തിൻ്റെ ജീവൻ യേശു ക്രിസ്തു ആകുന്നു. ജീവനെ കൊടുത്തവനും യേശുവാണ്, ജീവനെ എടുക്കുന്നവനും യേശുവാണ്. മനുഷ്യൻ്റെ ശരീരത്തെ കൊല്ലുവാൻ മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞേക്കാം. എന്നാൽ മനുഷ്യൻ്റെ ശരീരത്തെയും ആത്മാവിനെയും കൊല്ലുവാൻ കഴിവുള്ള വ്യക്തിയാണ് ദൈവം. മനുഷ്യൻ്റെ ആത്മാവിനെ കൊല്ലുവാൻ മനുഷ്യന് കഴിയുകയില്ല. മനുഷ്യൻ്റെ ശരീരത്തെയും ആത്മാവിനെയും കൊല്ലുവാനുള്ള അധികാരം യേശുവിനുണ്ട്. ആകയാൽ മനുഷ്യൻ്റെ ജീവൻ്റെ മേൽ യേശുവിന് അധികാരം ഉണ്ട്. ഈ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, യേശുവാണ് ലോകത്തിൻ്റെ ജീവൻ.
ബൈബിളിൽ കൊടുത്തിരിക്കുന്ന യേശുവിൻ്റെ മറ്റ് വാക്കുകളെ നമുക്ക് ഇപ്പോൾ പരിശോധിക്കാം. യോഹന്നാൻ 11:25. യേശു അവളോട്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു ക്രിസ്തുവിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്. മനുഷ്യരെ ഉയർപ്പിക്കാനുള്ള ശക്തി യേശുവിനുണ്ട് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യരുടെ ജീവൻ്റെ മേൽ യേശു ക്രിസ്തുവിന് അധികാരമുണ്ട് എന്ന സത്യമാണ് യേശു വിളിച്ചു പറയുന്നത്. മരിച്ചുപോയ മനുഷ്യരെ ഉയർപ്പിക്കുവാനുള്ള അധികാരം യേശുവിനുണ്ട് എന്ന സത്യം ഈ വാക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം. യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ മരിച്ചുപോയ ലാസർ എന്ന മനുഷ്യനെ ഉയർപ്പിച്ചു. ഈ സത്യം ബൈബിളിലുണ്ട്. നമുക്ക് അത് പരിശോധിക്കാം. യോഹന്നാൻ 11 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. 38. യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അത് ഒരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു കല്ലും വെച്ചിരുന്നു. 39. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മാർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ്. 40. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? 41. അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. 42. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. 43. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. 44. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈക്കാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടും ഇരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, യേശു ക്രിസ്തുവിനെ ലോകത്തിലെ മരിച്ചവരുടെ മേലും ജീവിക്കുന്നവരുടെ മേലും സർവ്വ അധികാരവും ഉണ്ട് എന്ന സത്യം. യേശു മരിച്ച് അടക്കം ചെയ്ത ശേഷം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റ് വന്നു. തനിക്ക് മരണത്തിൻ്റെ മേൽ സകല അധികാരവും ഉണ്ടെന്ന് തെളിയിച്ചു. മരണത്തിന് തൻ്റെ മേൽ അധികാരം ഇല്ല എന്ന സത്യം യേശു ലോകത്തെ അറിയിച്ചു. അങ്ങനെ യേശു ക്രിസ്തു മരണത്തെ ജയിച്ചു. ഇന്നും യേശു ക്രിസ്തു മരിച്ചവരെ ലോകത്തിൽ ഉയർപ്പിക്കുന്നുണ്ട്. അങ്ങനെ യേശു ക്രിസ്തുവാണ് ലോകത്തിലെ യഥാർത്ഥ സത്യദൈവം എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു.